കണ്ണൂരിൽ CPIM വിട്ട മനു തോമസ് പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്ത് CPI. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് പൊറുക്കാവുന്നതല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രസ്താവന ഇറക്കി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേർന്നു. പ്രതീഷ്, വിവരങ്ങൾ. സുഹൈൽ, മനു തോമസിന്റെ ഗുരുതര വെളിപ്പെടുത്തലിൽ CPIM മൗനം തുടരുമ്പോഴാണ് അതിരൂക്ഷമായ വിമർശനവുമായി CPI തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ബിനോയ് വിശ്വം വാർത്താക്കുറിപ്പിലൂടെയാണ് CPIയുടെ നിലപാട് ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അതിരൂക്ഷമായ ചില കടുത്ത പരാമർശങ്ങൾ കൂടി CPI മുന്നോട്ട് വയ്ക്കുന്നുവെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വേദനിപ്പിക്കുന്നതാണ് എന്നതാണ് ബിനോയ് വിശ്വം പറയുന്ന കാര്യം. കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണാണ് കണ്ണൂരെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന്റെ അതിരൂക്ഷമായ വിമർശനം. സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊടിക്കാകെ അപമാനമാണ് എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണ് എന്നതാണ് ബിനോയ് വിശ്വം പറയുന്ന കാര്യം. ഒപ്പം ഈ അറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പൊറുക്കാനാവില്ല എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അതായത് ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ തമ്മിൽ പോര പരസ്പരം നടക്കുന്നുണ്ട്. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ഈ രൂക്ഷമായ വിമർശനം. ഒപ്പം ഈ പരാമർശങ്ങളിൽ കണ്ണൂരിൽ നടക്കുന്ന കാര്യങ്ങളിൽ കടുത്ത അതൃപ്തി വാർത്താക്കുറിപ്പിലൂടെ തന്നെ പങ്കുവയ്ക്കുന്ന കാര്യം. ഇത്തരം ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പൊറുക്കാനാവില്ല എന്നതാണ് ബിനോയ് വിശ്വം ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഒപ്പം പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികൾ ഇത്തരക്കാരുടെ പങ്കും ചെറുതല്ല. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള പരാജയം ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികളിൽ ഇത്തരം സംഭവങ്ങൾ കാരണമായി എന്നതാണ് ബിനോയ് വിശ്വം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുപോയെന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്നും ബിനോയ് വിശ്വം വാർത്താക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരക്കാരിൽ നിന്ന് ബോധപൂർവം അകൽച്ച പാലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുകൂടി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ടെന്നും അവരുടെ കൂറും വിശ്വാസവുമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലുതെന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. മാത്രമല്ല ചീത്തപ്പണത്തിന്റെ ആജ്ഞാനുവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ് എന്നും അവർക്ക് മാപ്പില്ല എന്നുമാണ് ബിനോയ് വിശ്വം പറയുന്നത്. അതായത് മനു തോമസ് ഉന്നയിച്ച അല്ലെങ്കിൽ മനു തോമസിന്റെ ആരോപണങ്ങളോട് CPM നേതാക്കൾ മുഖം തിരിക്കുമ്പോൾ അത് അത്രത്തോളം ഗൗരവത്തോടെ CPI കാണുന്നു എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ വാർത്താക്കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് ഈ വിഷയത്തിൽ ME ഗോവിന്ദനും P ജയരാജനും ME ജയരാജനും അടക്കം മൗനം പാലിക്കുകയും മുഖം തിരിഞ്ഞ് പോവുകയും ചെയ്തപ്പോഴാണ് ബിനോയ് വിശ്വം നേതൃത്വത്തെ വെട്ടിലാക്കി മനു തോമസിന്റെ വെളിപ്പെടുത്തൽ CPIM മൗനം പാലിക്കുമ്പോഴാണ് ആരോപണങ്ങളെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്തുകൊണ്ട് CPI നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങൾ രാഷ്ട്രീയ പോർമുഖം തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.